മലപ്പുറം ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട അവഗണനകൾ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടതാണല്ലോ. അപ്പോൾ സാധാരണ പറയാറുള്ളത് മഞ്ചേരി ജില്ലാ ആശുപത്രിയെ ഒരു മെഡിക്കൽ കോളേജ് ആക്കിയല്ലോ എന്നാണ്. സംസ്ഥാനം എങ്ങനെയാണ് ഈ മലപ്പുറത്തെ മഞ്ചേരിയിലെ ഈ മെഡിക്കൽ കോളേജിനെ എത്രമാത്രം അവഗണനയാണ് സംസ്ഥാനത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്? എന്ത് വിവേചനങ്ങളാണ് മലപ്പുറത്തെ മഞ്ചേരി മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടുണ്ടായത് എന്നുള്ളത് ഒന്ന് പറഞ്ഞു തന്നോ. ഈ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് ഒരു ജില്ലയിലെ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിൽ തന്നെ സാധാരണ ജനങ്ങൾക്ക് ആശ്രയിക്കാവുന്ന ഒരു വിദഗ്ധ ചികിത്സ കിട്ടുന്ന കേന്ദ്രമാണ്. നോക്കൂ, നമ്മൾ മലപ്പുറം ജില്ല ഈ മഞ്ചേരി മെഡിക്കൽ കോളേജ് വരുന്നതിന് മുമ്പും ശേഷവും നമ്മൾ വിദഗ്ധ ചികിത്സയ്ക്ക് ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിനാണ്. കോഴിക്കോടുള്ള ജനങ്ങൾ, വയനാടുള്ള ജനങ്ങൾ, കണ്ണൂരിലുള്ള ജനങ്ങൾ, നമ്മൾ പാലക്കാടൊക്കെ ആശ്രയിക്കുന്ന ഏക ഒരു മെഡിക്കൽ കോളേജ് ഞാൻ നേരത്തെ പറഞ്ഞ മലബാറിൽ നമുക്ക് ഉണ്ട് എന്ന് പറയപ്പെടാവുന്ന ഒരു വിദഗ്ധ ചികിത്സ കിട്ടുന്ന ഏക കേന്ദ്രം എന്ന് പറയുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജാണ്. അപ്പോൾ ഇത് മറ്റു ജില്ലകളിലും മലബാറിലെ മറ്റു ജില്ലകളിലും മെഡിക്കൽ കോളേജുകൾ ഉണ്ടാവണം എന്ന ആവശ്യം പല കാലങ്ങളിലായിട്ട് ഉയർന്നു വന്നിരുന്നു. അങ്ങനെ 2011 മലപ്പുറത്തൊരു മെഡിക്കൽ കോളേജ് അനുവദിക്കാമെന്ന് തീരുമാനിക്കുന്നത്. 2011 എന്ന് പറയുമ്പോൾ അന്ന് UDF സർക്കാർ, ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അവസാന വർഷം എന്ന് പറയാം. അവർ അധികാരത്തിൽ നിന്ന് പോകാൻ നിൽക്കുന്ന ഒരു സമയത്താണ് മഞ്ചേരിയിൽ മലപ്പുറം ജില്ലയ്ക്കൊരു മെഡിക്കൽ കോളേജ് അനുവദിക്കുന്നു. വളരെ സ്വാഗതം ചെയ്യപ്പെട്ട, വളരെ ആഹ്ലാദത്തോടു കൂടി ജില്ലയിലെ ആളുകൾ അതിനെ സ്വീകരിക്കാൻ ചെയ്തത്. കാരണം കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലെ ഒരു വിദഗ്ധ ചികിത്സാ കേന്ദ്രം മലപ്പുറത്തും ഉണ്ടാകുന്നു എന്നൊരു സന്തോഷം. അത് മലപ്പുറം ജില്ലക്ക് മാത്രമല്ല, തൊട്ടടുത്തുള്ള ജില്ലക്കാർക്കൊക്കെ അത് ആശ്രയിക്കാമെന്നുള്ളത്. പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് 11 കഴിഞ്ഞ് ഇപ്പോൾ 25 എത്തുമ്പോൾ 14 വർഷമായിട്ട് മഞ്ചേരി മെഡിക്കൽ കോളേജ് സംഭവിച്ചത് എന്നത് പരിശോധിക്കുമ്പോഴാണ് ഇപ്പോഴും ഒരു മെഡിക്കൽ കോളേജായിട്ട് മഞ്ചേരി മെഡിക്കൽ കോളേജ് മാറിയിട്ടില്ല എന്ന്. അപ്പോൾ അതിനെന്താണ് കാരണം? മലപ്പുറം ജില്ലക്ക് മാത്രമായിരുന്നോ അന്ന് മെഡിക്കൽ കോളേജ് ഉണ്ടായിരുന്നത്? മറ്റു ജില്ലക്ക് അനുവദിച്ച മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥ എന്തായിരുന്നു പരിശോധിക്കുമ്പോഴാണ് നമ്മുടെ ഇവിടുത്തെ ഭരണകൂടങ്ങളും സ്റ്റേറ്റ് ഭരണകൂടവും ഭരണകൂടത്തിൽ നിന്ന് വികസന പദ്ധതികൾ വാങ്ങേണ്ട ജനപ്രതിനിധികളും അതിൽ കാണിച്ച ജാഗ്രതക്കുറവുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. യഥാർത്ഥത്തിൽ 2011 മലപ്പുറം ജില്ലക്ക് മാത്രമല്ല മെഡിക്കൽ കോളേജ് അനുവദിച്ചത്, പത്തനംതിട്ട ജില്ലക്ക് കൂടി മെഡിക്കൽ കോളേജ് അനുവദിച്ചിരുന്നു. ഇന്നും കൃത്യമായി പറഞ്ഞാൽ 45 ലക്ഷം ജനസംഖ്യയുള്ള മലപ്പുറം ജില്ലക്കും ഒരു പുതിയ മെഡിക്കൽ കോളേജ് അനുവദിച്ചു. 12 ലക്ഷം ജനസംഖ്യയുള്ള പത്തനംതിട്ട ജില്ലക്കും ഒരു മെഡിക്കൽ കോളേജ് അനുവദിച്ചു. നമ്മൾ 2011 മെഡിക്കൽ കോളേജ് അനുവദിച്ച് ഉടനെ തന്നെ 2012 മഞ്ചേരിയിലുള്ള ജില്ലാ ഹോസ്പിറ്റലിൻ്റെ നെയിം ബോർഡ് മാറ്റിയിട്ട് അവിടെ മെഡിക്കൽ കോളേജ് എന്ന് പേരിട്ട് മെഡിക്കൽ കോളേജ് നിലവിൽ വന്നതായി പ്രഖ്യാപിച്ചു. ശേഷം 1-2 പുതിയ ബിൽഡിങ്ങുകൾ നമുക്ക് പുതുതായിട്ട് കിട്ടി. അതുപോലെ തന്നെ MBBS വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള അവസരം കൂടി നല്ലതാണ്. അങ്ങനെ കുറച്ച് സീറ്റുകളും അനുവദിച്ചു. അതോടുകൂടി നമ്മുടെ മെഡിക്കൽ കോളേജ് പിന്നീട് വല്ലാതെ ഒന്നും മുന്നോട്ട് പോയില്ല, ചെറിയ പദ്ധതികളൊക്കെ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് മുന്നോട്ട് പോകാത്തതിന് കാരണം വെച്ചാൽ 21 ഏക്കർ സ്ഥലമാണ് മഞ്ചേരി മെഡിക്കൽ കോളേജ് നിൽക്കുന്ന പരിസരത്ത് ഗവൺമെൻറ്റിനുള്ളത്. അതിൽ ഓൾറെഡി തന്നെ ജില്ലാ ഹോസ്പിറ്റലിൻ്റെ കെട്ടിടങ്ങളൊക്കെ ഉണ്ട്. ഒരു മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ ഒരുപാട് കെട്ടിടങ്ങളും സ്ഥലങ്ങളും ആവശ്യമായൊരു പദ്ധതിയാണ്. അത് മഞ്ചേരിയിൽ ഉണ്ടായിരുന്നില്ല. ശരിക്കും അത് മഞ്ചേരി ജില്ലാ ഹോസ്പിറ്റലിൻ്റെ ഭാഗമായിട്ടായിരുന്നില്ല വരേണ്ടത്, പുതുതായിട്ടൊരു സ്ഥലമെടുത്ത് അവിടെ വരേണ്ട ഒന്നായിരുന്നു. അതിന് നമ്മൾ മാതൃകയാക്കേണ്ടത്. അത് പറയുമ്പോഴാണ് നമുക്ക് സംഭവിച്ച അബദ്ധം, നമ്മുടെ സ്റ്റേറ്റ് നമ്മോട് പുലർത്തിയ വിവേചനമൊക്കെയാണ്. 2011 തന്നെ അനുവദിച്ച പത്തനംതിട്ട മെഡിക്കൽ കോളേജിൻ്റെ ചരിത്രം ഒന്ന് പരിശോധിച്ചാൽ മതി. അവരെന്താ ചെയ്തത്? അവർ പത്തനംതിട്ട ജില്ലയിലെ കോന്നി എന്ന് പറയുന്ന പ്രദേശം, അവിടെ സർക്കാരിൻ്റെതായ വ്യത്യസ്ത വകുപ്പുകൾക്ക് കീഴിൽ ഭൂമി ഉണ്ടായിരുന്നു. ആ രണ്ട് വ്യത്യസ്ത വകുപ്പുകൾക്ക് കീഴിലുള്ള 50 ഏക്കർ ഭൂമി, 25 ഏക്കർ ഭൂമി ഈ കോന്നി പത്തനംതിട്ട മെഡിക്കൽ കോളേജിന് വേണ്ടി പ്രത്യേകം അക്വയർ ചെയ്തിട്ട് അത് മെഡിക്കൽ കോളേജിന് വേണ്ടി പ്രത്യേകം രജിസ്റ്റർ ചെയ്തു, അത് വിട്ടുകൊടുത്തു. അതായത് സർക്കാരിൻ്റെ തന്നെ കീഴിലുള്ള 50 ഏക്കർ പുതിയ ഭൂമി പത്തനംതിട്ട മെഡിക്കൽ കോളേജിനായി കണ്ടെത്തി. അപ്പോൾ ഇങ്ങനെ കണ്ടെത്തിയ ഭൂമി സ്വാഭാവികമായിട്ടും ഒരുപാട് ഭൂമികൾ വേണ്ടത്ര ഗതാഗത സൗകര്യം ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഫസ്റ്റ് പത്തനംതിട്ടയിലെ ജനപ്രതിനിധികളും അവിടുത്തെ ഭരണകൂടമൊക്കെ ചെയ്യണത് ഈ കണ്ടെത്തിയ ഈ ഏറ്റെടുത്ത 50 ഏക്കർ സർക്കാർ ഭൂമിയിലേക്ക് 2 വരിപ്പാത സർക്കാരിൻ്റെ തന്നെ ചെലവിൽ സർക്കാർ തന്നെ പുതിയ 2 വരിപ്പാത പെട്ടിരുന്നു. അതോടൊരു ഗതാഗത പ്രശ്നം തീർന്നു. പിന്നീട് ഗതാഗത പ്രശ്നം തീർന്നതോടുകൂടി
UDF സർക്കാർ തന്നെ 2011 ആ ഉമ്മൻചാണ്ടി സർക്കാർ പോകുന്നതിന് മുമ്പ് തന്നെ 110 കോടി രൂപ പ്രാഥമികമായ കെട്ടിടാവശ്യങ്ങൾക്കും മറ്റും വേണ്ടി പിന്നെ പത്തനംതിട്ട മെഡിക്കൽ കോളേജിൽ അനുവദിച്ചു. അങ്ങനെ അവർ ബിൽഡിംഗ് പണി ആരംഭിച്ചു. അപ്പോൾ പിന്നെ പിറ്റത്തെ വർഷമായപ്പോൾ ഭരണകൂടം മാറി, LDF സർക്കാർ വന്നു. അപ്പോൾ LDF സർക്കാർ വരുമ്പോൾ കാണുന്നത് പത്തനംതിട്ടയിൽ പിന്നെ ഭൂമി ഏറ്റെടുത്തിട്ടുണ്ട്, അവിടെ ബിൽഡിംഗ് വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും അവരും എന്ത് ചെയ്തു, കിഫ്ബി വഴി, അന്ന് കിഫ്ബി വഴിയായിരുന്നു ഫണ്ടുകളൊക്കെ അനുവദിച്ചിട്ടുണ്ട്, കിഫ്ബി വഴി 315 കോടി രൂപ ഈ പത്തനംതിട്ട മെഡിക്കൽ കോളേജിന് വേണ്ടി LDF സർക്കാർ അനുവദിച്ചു. അങ്ങനെ അവിടെ വിപുലമായ അർത്ഥത്തിൽ കെട്ടിടപ്പണികൾ തുടങ്ങി. 2011 അങ്ങനെ 9 വർഷം എടുത്ത പണികൾ. 9 വർഷം കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം 1.5 ലക്ഷം സ്ക്വയർ ഫീറ്റുള്ള ഒരു മെഡിക്കൽ കോളേജ് കെട്ടിടം ആ കോന്നി പത്തനംതിട്ട മെഡിക്കൽ കോളേജിൻ്റെ ക്യാമ്പസിലുണ്ടായി. അതുപോലെ 5 നില ഹോസ്പിറ്റൽ ബിൽഡിംഗ് വേറെയും ഉണ്ടായി. ഇങ്ങനെ 2020 നമ്മുടെ ആ കോവിഡൊക്കെ ഉള്ള സമയത്താണ് നമ്മുടെ പിണറായി വിജയൻ നമ്മുടെ പത്തനംതിട്ടയിലെ കോന്നി മെഡിക്കൽ കോളേജ് ഉദ്ഘാടനം ചെയ്തത്. 500 കോടി രൂപ, ഞാൻ പറഞ്ഞല്ലോ 2 ഘട്ടങ്ങളായിട്ട് 500 കോടി രൂപയാണ് കോന്നി പത്തനംതിട്ട മെഡിക്കൽ കോളേജിന് വേണ്ടി സ്റ്റേറ്റ് ഗവൺമെൻറ് മുടക്കുകയും അതൊരു വലിയ ഒരു മെഡിക്കൽ കോളേജായി മാറുകയും ചെയ്ത്. ഇനിയുമുള്ള പ്രതീക്ഷ എന്ന് വെച്ചാൽ അവിടെ 50 ഏക്കർ ഭൂമിയുണ്ട്, ഇനിയും ഒരുപാട് കെട്ടിടങ്ങൾ എടുക്കാനുള്ള സ്ഥലം അവിടെ ഉണ്ട്. സ്വാഭാവികമായും ഓരോ കൊല്ലത്തെയും ബജറ്റുകളിൽ ഓരോരോ പദ്ധതികളായിട്ട് പത്തനംതിട്ട ജില്ലയ്ക്ക് ലഭിക്കുകയും അങ്ങനെ ഭാവിയിൽ അത് ഒരു വലിയ മെഡിക്കൽ കോളേജ് സംവിധാനമായി മാറുകയും ചെയ്തു. മഞ്ചേരിയിൽ സംഭവിച്ചത് നിലവിലുള്ള പിന്നെ ജില്ലാ ഹോസ്പിറ്റൽ തന്നെ മെഡിക്കൽ കോളേജാക്കി മാറ്റിയതുകൊണ്ട് പിന്നീടുള്ള വികസന സാധ്യതകൾ വീർപ്പും മുട്ടി. കാരണം 21 ഏക്കർ സ്ഥലമേ ഉള്ളൂ, പുതിയ പദ്ധതികളൊന്നും വന്നില്ല. മെഡിക്കൽ കോളേജ് വന്നേന്ന് പ്രഖ്യാപിക്കുക അല്ലാതെ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല. ഇത് പിന്നീട് വലിയ വിഷയമായി. പിന്നെ ഇവിടെ വേണ്ടത്ര സ്ഥലമില്ല. അപ്പോൾ 5 ഏക്കർ തൊട്ടടുത്ത് കിടക്കുന്ന 5 ഏക്കർ സ്ഥലമുണ്ട്. ആ 5 ഏക്കർ സ്ഥലം ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. അതിന് ഗവൺമെൻറ് ഫണ്ടും അനുവദിച്ചു അതിൻ്റെ പ്രാരംഭ നടപടികൾക്കൊക്കെ വേണ്ടിയിട്ട്. പക്ഷേ ആ സ്ഥലം വിട്ടുകൊടുക്കാൻ ആ സ്ഥലത്തിൻ്റെ ഉടമകൾ തയ്യാറായില്ല. പക്ഷേ ഭരണകൂടത്തിന് പിടിച്ചെടുക്കാമല്ലോ. ഭരണകൂടം നിയമം ഉപയോഗിച്ച് അത് എടുക്കാൻ സമയത്ത് ഇവർ ഹൈക്കോടതിയിൽ പോയി. സ്ഥലം ഉടമകൾ ഹൈക്കോടതിയിൽ പോവുകയും അത് സാധാരണ മഴക്കാലത്ത് വെള്ളക്കെട്ട് സംഭവിക്കുന്ന പ്രദേശമാണ്. അതുപോലെ തന്നെ കേരളത്തിലെ നിയമാടിസ്ഥാനത്തിൽ തന്നെ അത് ബിൽഡിങ്ങിന് ഇട്ടെടുക്കാൻ പറ്റില്ല എന്നവർ കോടതിയിൽ വാദിക്കുകയും കോടതി അംഗീകരിക്കുകയും ചെയ്ത് അപ്പോൾ ആ 5 ഏക്കർ സ്ഥലം പോലും ഏറ്റെടുക്കാൻ കഴിഞ്ഞില്ല. അതോടുകൂടിയാണ് പിന്നെ ജനങ്ങളുടെയും പല രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും ഒക്കെ മലപ്പുറത്തെ ജനങ്ങളിൽ നിന്നൊക്കെ ഭയങ്കരമായ വിമർശനം ഉയർന്നപ്പോൾ പത്തനംതിട്ട ജില്ലയിലെ ഒരു പിന്നെ 500 കോടിയുള്ള ഒരു പ്രൊജക്റ്റിൻ്റെ ഒപ്പം ലഭിച്ച ഒരു മഞ്ചേരി മെഡിക്കൽ കോളേജിന് മലപ്പുറം ജില്ല മെഡിക്കൽ കോളേജ് ഇങ്ങനെ ഒന്നും ആവാതെ പോകുന്നതിനും മലപ്പുറം ജില്ലയിലെ ജനങ്ങൾ ഇപ്പോഴും വിദഗ്ധ ചികിത്സയ്ക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജ് തന്നെ ആശ്രയിക്കേണ്ട ഒരു ഗതികേട് തുടരുകയും ചെയ്തപ്പോൾ ആണ് പിന്നെ സ്ഥലം എം എൽ എയും ജില്ലാ ഭരണകൂടങ്ങളൊക്കെ പുതിയൊരു സ്ഥലത്തെക്കുറിച്ച് 2011 പത്തനംതിട്ട ഗവൺമെൻറ് അവിടുത്തെ ഭരണകൂടവും ജില്ലാ ഭരണകൂടവും അവിടുത്തെ MLA ചെയ്താൽ നമുക്ക് 10 വർഷം കഴിഞ്ഞിട്ടാണ് തലയിൽ കത്തുന്നത്. എന്നിട്ട് പുതിയൊരു സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ ഈ മെഡിക്കൽ കോളേജിന് സമീപമുള്ള വേട്ടക്കാട് എന്നൊരു സ്ഥലമുണ്ട്. അവിടെ 50 ഏക്കർ സ്ഥലം സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമാണ്. പക്ഷേ ആ സ്വകാര്യ വ്യക്തി 25 ഏക്കർ അദ്ദേഹം സൗജന്യമായി വിട്ടു നൽകാം. 25 ഏക്കർ ഒരു കുറഞ്ഞ പൈസക്കും വിട്ടുകൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ ഈ സ്ഥലം മെഡിക്കൽ കോളേജിന് ഏറ്റെടുക്കാം. മെഡിക്കൽ കോളേജിൻ്റെ പുതിയ പദ്ധതികളെല്ലാം വേട്ടക്കാട് എന്ന് പറയുന്ന മഞ്ചേരിക്ക് അടുത്ത് നിന്നുള്ള സ്ഥലത്ത് തന്നെ ആവട്ടെ എന്ന് തീരുമാനിക്കുകയും ഈ ഒരു പിന്നെ നിർദ്ദേശം ഒരു കൺസെപ്റ്റ് സംസ്ഥാന ഭരണകൂടത്തിന് മുമ്പിൽ വെക്കുകയും ചെയ്തു. പക്ഷേ സംസ്ഥാന ഭരണകൂടം അത് അംഗീകരിച്ചില്ല. വികസന പദ്ധതികളും മെഡിക്കൽ കോളേജും ഒക്കെ മലപ്പുറത്തേക്കാകുമ്പോൾ സ്ഥലം ഏറ്റെടുക്കാൻ 25 ഏക്കർ സൗജന്യമായി വിട്ടുതരാമെന്ന് പറഞ്ഞിട്ട് പോലും സംസ്ഥാന സർക്കാർ അതിന് സാമ്പത്തിക ചിലവുണ്ടെന്ന് പറഞ്ഞിട്ട് അത് അംഗീകരിക്കാതിരിക്കാൻ ചെയ്യുന്നത്. അവിടെ പുതിയ ബിൽഡിങ്ങുകൾ വരണമെങ്കിലും സാമ്പത്തിക ചിലവുണ്ടെന്നാണ്. 313 കോടി കിഫ്ബി വഴി പത്തനംതിട്ട മെഡിക്കൽ കോളേജ് നൽകിയ അതേ LDF സർക്കാരാണ് പറയുന്നത് മലപ്പുറം ജില്ലയിൽ 50 ഏക്കർ സ്ഥലം എടുത്തിട്ട് പുതിയ കെട്ടിടങ്ങൾ വേണമെങ്കിൽ സാമ്പത്തിക ചിലവുണ്ട്, അത് അനുവദിക്കാൻ പറ്റില്ല എന്ന്. അപ്പോൾ നേരത്തെ ഹൈക്കോടതിയിൽ കേസുണ്ടായിരുന്നു ഈ 5 ഏക്കറുമായി ബന്ധപ്പെട്ട സ്ഥലവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഹൈക്കോടതിക്ക് മുമ്പിലും ഈ ഒരു കൺസെപ്റ്റ് വെച്ചു. ഇങ്ങനെ വേട്ടക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് 50 ഏക്കർ ഭൂമിയുണ്ട്, അത് ഏറ്റെടുത്തിട്ട് ക്യാമ്പസ് അങ്ങോട്ട് മെഡിക്കൽ കോളേജ് ക്യാമ്പസ് അങ്ങോട്ട് മാറ്റാം. അപ്പോൾ ഹൈക്കോടതിക്കും അതിൽ ഒരു താല്പര്യമുണ്ടായി. അപ്പോൾ ഹൈക്കോടതി തന്നെ മുൻകൈ എടുത്തിട്ട് എങ്കിൽ ആ 50 ഏക്കർ സ്ഥലത്ത് സാമൂഹിക ആഘാത പഠനം നടത്തിയിട്ട് എൻ്റെ റിപ്പോർട്ട് തരാൻ പറഞ്ഞു. ഏതൊരു പദ്ധതിയും പിന്നെ ഭൂമി ഏറ്റെടുക്കുമ്പോൾ സാമൂഹിക ആഘാത പഠനം നടത്തണം. അവിടെ അടുത്ത് ആവാസ വ്യവസ്ഥ മറ്റൊക്കെ കാണിച്ചിട്ട് അപ്പോൾ ഹൈക്കോടതി തന്നെ മുൻകൈ എടുത്ത് പറഞ്ഞു എങ്കിൽ ആ 50 ഏക്കർ സ്ഥലത്തിൻ്റെ സാമൂഹിക ആഘാത പഠനം നടത്തി എന്നിട്ട് സർക്കാർ റിപ്പോർട്ട് തരട്ടെ എന്ന്. അപ്പോൾ സംസ്ഥാന സർക്കാരിലേക്ക് ഈ ആവശ്യം ഉന്നയിച്ചപ്പോൾ സംസ്ഥാന സർക്കാർ അത് ഏറ്റെടുക്കാനോ ആരോഗ്യമന്ത്രി അത് ഏറ്റെടുക്കാനോ ഇപ്പോഴും തയ്യാറല്ല. ഫലം ഇപ്പോഴും
മഞ്ചേരി മലപ്പുറത്തെ 45 ലക്ഷം ജനങ്ങൾക്ക് വിദഗ്ധ ചികിത്സ ലഭിക്കേണ്ടിയിരുന്ന ഒരു മലപ്പുറം മെഡിക്കൽ കോളേജ്, മഞ്ചേരിയിലൊരു മെഡിക്കൽ കോളേജ്, അവിടെ ഒരു വിദഗ്ധ ചികിത്സയും ഒന്നും ലഭ്യമല്ല, പുതിയ വികസനത്തിനോ ഒരു ഭൂമിയും അവിടെ ലഭ്യമല്ലാതെ ഒരു ജില്ലാ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു അടി മുന്നോട്ട് പോയി എന്നതൊഴിച്ചാൽ ഒരു ജില്ലാ ഹോസ്പിറ്റലിയുടെ സംവിധാനങ്ങൾ മാത്രമേ മലപ്പുറം നിലനിൽക്കുള്ളൂ. ഇത് മലപ്പുറത്തെ 45 ലക്ഷം ജനങ്ങളോട് ചെയ്യുന്ന ആരോഗ്യ മേഖലയോട് ചെയ്യുന്ന വലിയൊരു അനീതിയാണ്. ഇപ്പോഴും കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കേണ്ടി വരുന്നു. മറുഭാഗത്ത് പത്തനംതിട്ട ഇതേ സമയത്ത് അനുവദിച്ച പത്തനംതിട്ടയിലെ കോന്നി മെഡിക്കൽ കോളേജ് വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. അപ്പോൾ 2 വിവേചനങ്ങൾ, ഒരു സ്റ്റേറ്റ് ഭരണകൂടം ആരോഗ്യ മേഖലയിൽ ഒരു മെഡിക്കൽ കോളേജിൻ്റെ ഉദാഹരണം മാത്രം എടുത്താൽ മലപ്പുറം ജില്ലയോട് പുലർത്തിയ ഒരു അവഗണനയും വിവേചനം നമുക്ക് മനസ്സിലാവും. 500 കോടി അവിടെ അനുവദിച്ചപ്പോൾ ഇവിടെ 50 കോടിയോ 100 കോടിയുടെ താഴെയുള്ള ഫണ്ടുകൾ മാത്രമാണ് വന്നിട്ടുള്ളത് എന്നതാണ്. ഇതൊക്കെ പൊതുജനം മനസ്സിലാക്കി പ്രതികരിക്കേണ്ട ഒരു സമയം കൂടിയാണ്.